ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്ന് പറയുന്നത് നമുക്ക് മെയ് മാസം തുടക്കമായതുകൊണ്ട് തന്നെ ഒരു 7 എനർജി പോർട്ടൽ ഓപ്പൺ ആവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ പോർട്ടലിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൽ ഉള്ള വിശേഷങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന മാറ്റത്തിനെക്കുറിച്ചൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്ത് തരികയാണ്. എപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ അതിലേക്ക് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കേൾക്കുക. നിങ്ങളുടെ ഓരോ ഓപ്പർച്യൂണിറ്റീസും, വാർത്തകളും, വ്യക്തികളും, സംഭവങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ വളരെ മൈൻഡ്ഫുള്ളായിട്ടും വളരെ അവെയറായിട്ടും നമ്മൾ അതിനെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോവുക. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻസോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാതെ വളരെ പ്രിസർവ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിനും പ്രോത്സാഹനത്തിനും നല്ല സ്നേഹവും നല്ല സജഷനും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന്. അപ്പോൾ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഹീലിംഗ്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് വേറൊരു കാഴ്ചപ്പാടിലൂടെയൊക്കെ കാണുക എന്നുള്ള രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ, നമ്മളുടെ ജീവിതത്തിനെ കുറിച്ച് ഒരു ചോദ്യങ്ങൾ ചോദിച്ച് മാറ്റങ്ങൾ വരുത്തണോ, ഏത് ദിശയിലാണ് പോകുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീലിംഗ് വർക്കൊക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നെങ്കിൽ മെയ് മാസം തൊട്ട് ഉള്ള കാലം, അതായത് ഒരു സെപ്റ്റംബർ മാസം വരെ നിങ്ങൾക്ക് ആ ഒരു ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നിൽക്കാനും ആ ഒരു പ്ലാനിങ്ങും, അല്ലെങ്കിൽ നിങ്ങളൊന്ന് സ്ട്രാറ്റജൈസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണം, എന്തെല്ലാം വേണ്ട, ഏത് രീതിയിൽ നമുക്ക് മാറ്റം വരുത്തണം, എന്നിൽ തന്നെയുള്ള എന്തെല്ലാം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഒന്ന് മാറ്റം വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പോൾ എന്തെല്ലാം ആ ഒരു ഓൾഡ് വേർഷനിൽ മാറ്റണം, ഏത് രീതിയിൽ എനിക്കൊന്ന് റൈസപ്പ് ചെയ്യണം, ആ ഒരു രീതിയിലൊക്കെ ഒന്ന് മാറ്റം വരുത്താനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എങ്ങനെ നിങ്ങളെ വിലയിരുത്തുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ എനർജി ഫ്രീക്വൻസിയിൽ റേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു, അപ്പം ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യം നമുക്ക് വേണ്ടത് ഒരു മാനിഫെസ്റ്റേഷൻ പോലെ, അല്ലെങ്കിൽ നിങ്ങളൊരു സൂപ്പർ മാനിഫെസ്റ്റർ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് ജീവിതത്തിൻ്റെ ആ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരികയും അതോടെ നിങ്ങൾ ഒരു അൺസ്റ്റോപ്പബിൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഭയമില്ല, കൺഫ്യൂഷനില്ല, ഡിസിഷൻ എടുക്കുന്നത് നമ്മുടെ ഹെഡ് സ്പേസിൽ നിന്നുകൊണ്ടല്ല, നമ്മളുടെ ഗട്ട് ഇൻസ്റ്റിക്ട്സ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡ്യൂട്ടീവ് ലെവൽ വളരെ ഷാർപ്പാക്കിക്കൊണ്ട് അങ്ങനെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ആർക്കും നമ്മളെ ചോദ്യം ചെയ്യാനോ, അല്ലെങ്കിൽ ആർക്കും നമ്മളെ ഒന്ന് പിടിച്ചു നിർത്താനോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയറിലൊന്നും നമ്മൾ വീണു പോകാതെ ഒക്കെ മുന്നോട്ട് പോകാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ ഇവിടെ ഓപ്പൺ ആവുന്ന ആദ്യത്തെ പോർട്ടൽ എന്ന് പറയുന്നത് നിങ്ങളിലുള്ള ഒരു പേഴ്സണൽ ഗ്രോത്ത്, അല്ലെങ്കിൽ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ വളരെ ഷാലോ ആയിട്ട് എല്ലാത്തിലും നമ്മളുടെ ആ ഒരു എനർജി ഇങ്ങനെ കൂട്ടിക്കലങ്ങി ഒക്കെ പോകാതെ, എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും ഇതെനിക്ക് വേണ്ടുന്നതാണോ അല്ലെങ്കിൽ വേണ്ടാത്തതാണോ എന്ന് ക്ലിയറായിട്ട്, ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഭയം എന്ന് പറയുന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് എടുത്ത് അങ്ങ് ചാടുകയല്ല, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് അതിനെ പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ സ്ട്രാറ്റജൈസ് ചെയ്ത്, അല്ലെങ്കിൽ നേരത്തെ ഞാൻ ഈ ഒരു കാര്യം വരുമ്പോൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ള നമ്മളുടെ ഒരു കാഴ്ചപ്പാടിനെ മാറ്റിക്കൊണ്ട് അതിനെ ഒരു പുതിയ രീതിയിൽ നമ്മളെ തന്നെ, നമ്മളുടെ ഓൾഡ് വേർഷൻ മാറ്റിക്കൊണ്ട് പുതിയൊരു രീതിയിലേക്ക് നിന്നുകൊണ്ട് നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഒക്കെ മുന്നോട്ട് സഞ്ചരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു പോർട്ടലാണ് ഓപ്പൺ ആവുന്നത്. അങ്ങനെയാവുമ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പ്, ന്യൂ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൺഗോയിങ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് വൈസ്, അല്ലെങ്കിൽ നമ്മളുടെ ഓവറോൾ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു എനർജി ലെവൽ എന്നൊക്കെ പറയുന്നതിനെ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അതിനെ പുതിയൊരു രീതിയിലൊക്കെ കണ്ടുകൊണ്ട് നമ്മൾക്ക് വേണ്ടത് നമ്മൾ നേടിയെടുക്കുക. ബാക്കിയൊന്നിലും നമ്മൾ അത്രയും ഫോക്കസ് ചെയ്യാതെ നമ്മളിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള പോർട്ടലാണ് ഓപ്പണായി വരുന്നത്. അപ്പോൾ ആ ഒരു പഴയ വെർഷനൊക്കെ മാറ്റി ഹൈ വൈബ്രേഷനിലേക്ക്, ഹൈ ഫ്രീക്വൻസിയിലേക്ക് നിങ്ങളെ തന്നെ ഒന്ന് ചാർജ് ചെയ്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കാൻ ശ്രമിക്കുക.
ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലൂട്ടോയുടെ ഒരു റിട്രോഗ്രേഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒക്കെ ഒരു പീരീഡാണ്. അപ്പോൾ അവിടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മൈൻഡ് സ്പേസിൽ ഒരിക്കലും നിൽക്കാൻ പാടില്ല. മൈൻഡ് സ്പേസിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളിലുള്ള ആ ഒരു ഡബിൾ എനർജി ഡീമൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ അത് ശരിയല്ല, അത് വേണ്ട, അത് നമ്മളുടെ തകർച്ചയ്ക്കാണെന്നുള്ള രീതിയിൽ ഈഗോ ഇങ്ങനെ പ്ലേ ഔട്ട് ചെയ്യുമ്പോൾ നമ്മളെ ഒരിക്കലും നമ്മളുടെ ആ ഒരു ഒതൻറ്റിക് സെൽഫിലേക്ക് അല്ലെങ്കിൽ ഒരു സോൾ ലെവലിലേക്കൊന്നും ഉയരാൻ നമ്മളെ സമ്മതിക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ മൈൻഡ് സ്പേസിൽ നിൽക്കാതെ നമ്മളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ് ഹൂ ആം ഐ, അല്ലെങ്കിൽ ഞാൻ ആരാണ്, എൻ്റെ മൂല്യം എന്താണ്. മറ്റുള്ളവരുടെ ആ ഒരു ഷാലോനെസ്സിൽ അല്ലെങ്കിൽ ആ ഒരു മാനിപ്പുലേഷൻസിൽ കൺട്രോളിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡോമിനൻസ് ആ ഒരു പവറിൽ ഒക്കെ നമുക്ക് ഇങ്ങനെ നിന്നാൽ മതിയോ, അല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു ചിറകുകളൊക്കെ വിടർത്തി നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി നമുക്കൊരു സോൾ ലെവലിലേക്കൊക്കെ ഉയരണോ? ഈശ്വരനെ സറണ്ടർ ചെയ്തുകൊണ്ട് പ്രപഞ്ചശക്തിയെ അത്രത്തോളം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കണോ? ഇത് ഏത് ദിശയിലേക്ക് നമ്മൾ പോകണം? അപ്പോൾ നമ്മളുടെ ജീവിതത്തിനൊരർത്ഥമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കൊരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ, ഒരു പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ വരുന്ന ഒരു സമയമായതുകൊണ്ട് നമ്മളുടെ മുന്നിലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അത് കുറച്ച് ടഫാണ്. എങ്ങനെയാണ് അത് പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക? ഈ ഒരു ഓൾഡ് വെർഷനിൽ ഞാൻ കാലങ്ങളായിട്ട് ഇങ്ങനെ ഒക്കെ ആയിരുന്നു, അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം എങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മൾ ആകെ ഒരു കൺഫ്യൂഷണറി സ്റ്റേറ്റിലേക്ക് എത്തും. എന്നാലും പ്രപഞ്ചശക്തിയെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇൻറ്റ്യൂട്ടീവ് ലെവൽ എന്ത് തീരുമാനം എടുക്കാൻ പറയുന്നോ അതിനനുസരിച്ച് കൊച്ചു കൊച്ചു ബേബി സ്റ്റെപ്സ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് ഓവറോൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും പിന്നെ അങ്ങോട്ടുള്ള ആ ഒരു മാസങ്ങളിൽ നിങ്ങളുടെ സൂപ്പർ മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് പലതും നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു എനർജി പോർട്ടലാണ് അവിടെ ഓപ്പൺ ആവുന്നത്. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് തിരക്ക് പിടിച്ച് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാം ഫുൾഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾക്കെല്ലാവർക്കും. എന്നാൽ എപ്പോഴും നമ്മൾക്ക് വേണ്ടിയിട്ടൊരു അല്പം സമയം മാറ്റി വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂവാമായി എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ വരുമ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രാപ്തമാക്കി കൊടുക്കണം, സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ബ്രീതിങ് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമുള്ള ആ ഒരു ഈശ്വരീയ ചൈതന്യത്തിലേക്ക് ഒരു അല്പനേരം കണക്ട് ചെയ്തു നിന്ന് നമ്മൾ സംസാരിക്കുക. നമ്മളുടെ ഉള്ളിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം ജേർണൽ ചെയ്തോ എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ ഈശ്വരീയ ചൈതന്യത്തിനോട് പ്രാർത്ഥിച്ചോ പറഞ്ഞോ ഒക്കെ നമ്മളെ ഹീല് ചെയ്ത് നമ്മളെ എപ്പോഴും ഒരു സ്റ്റേബിൾ കണ്ടീഷനിൽ എപ്പോഴും വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഇരുത്താനായിട്ട് നമ്മളെ തന്നെ നമ്മൾ സഹായിക്കുക. അങ്ങനെയാവുമ്പോൾ എന്ത് ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വരുമ്പോഴും നമുക്ക് എടുത്തു ചാടി നമ്മളുടെ ഇമോഷൻസ് എല്ലാം വളരെ ഹൈറ്റനാവാതെ വളരെ കാമായിട്ട് നിന്നുകൊണ്ട് വളരെ ഇൻ്റലക്ച്വലായിട്ട് വളരെ ലോജിക്കലായിട്ട് എന്താണ് ഇതിന് നമുക്ക് പ്രതിവിധി കാണാനുള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു പോർട്ടലാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജി ലെവൽ വളരെ ഹൈ വൈബ്രേഷനിലേക്ക് എത്തി അല്ലെങ്കിൽ നമ്മൾ വളരെ ബാലൻസ്ഡായി എന്ത് സിറ്റുവേഷൻ വന്നാലും അത് കൈകാര്യം ചെയ്യാനായിട്ടുള്ള എല്ലാ ഗ്രൗണ്ടിങ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ വളരെ സമചിത്തതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പണം, ധനം, അല്ലെങ്കിൽ നല്ല ജോലി, അല്ലെങ്കിൽ നല്ല എനർജി, നല്ല ഹെൽത്ത് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു പോർട്ടൽ ഓപ്പൺ ആകുമ്പോഴത്തേക്കും അത് വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സിനോട് വളരെ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു റിസീവിങ് മോഡിൽ നിന്നുകൊണ്ട് നമ്മുടെ ഹാർട്ട് സ്പേസ് വളരെ ഓപ്പൺ ആക്കിക്കൊണ്ട് നമ്മൾ ആ ഒരു സിറ്റുവേഷനെ എല്ലാം നേടിയെടുക്കുക. ഇനി ഇത് കിട്ടുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സിനോട് വളരെ ബ്ലെയിം ആവാതെ, ബ്ലെയിം ചെയ്യാതെ, കുറ്റം പറയാതെ നമ്മൾ തന്നെ നെഗറ്റീവ് തോട്ട്സ് നമ്മളിലേക്കിട്ട് ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് താഴ്ന്നു പോകാതെ എപ്പോഴും വളരെ പോസിറ്റീവായിട്ട് വളരെ പവർഫുള്ളായിട്ട് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോയാൽ 10 ഓപ്പർച്യൂണിറ്റി നമുക്ക് തരും. അതിനുള്ള ഒരു സമയം മാത്രമാണ് യൂണിവേഴ്സൽ ഫോഴ്സ് അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സ് നമുക്ക് വേണ്ടി തരുന്നത്. കുറച്ചുകൂടി നിങ്ങൾ വളരുക അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് മോഡിൽ ആ ഒരു രീതിയിൽ നിൽക്കാനായിട്ട് പഠിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് തരുന്നതാണെന്നുള്ള രീതിയിൽ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുക. പിന്നെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയം കൊണ്ട് നമ്മളെ നിർത്താതിരിക്കുക. ഭയത്തിനെ അതിജീവിച്ചുകൊണ്ട് എന്നെക്കൊണ്ട് എല്ലാം സാധിക്കും, കാരണം
പ്രപഞ്ചശക്തി എന്ന് പറയുന്നത് എൻ്റെ സുപ്രീം പേരൻ്റ് ആയതുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നും എന്നെക്കൊണ്ട് എന്തെല്ലാം ഈ ഭൂമിയിൽ ഈ ഒരു ലൈഫ് ടൈമിൽ ചെയ്യാൻ സാധിക്കുമെന്നും ആ ഒരു പ്രപഞ്ചശക്തിക്ക് അറിയാവുന്നത് കൊണ്ട് ആ ഒരു ശക്തിയിൽ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് കൊണ്ട് അതിലേറെ എന്നെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് ഭയം ഇല്ല. അപ്പോൾ നമ്മളുടെ ആ ഒരു ഇൻറ്റ്യൂട്ടീവ് ലെവലിൽ വളരെ ഷാർപ്പാക്കിക്കൊണ്ട് കുറച്ച് നേരം മെഡിറ്റേഷൻ ചെയ്ത് ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് വളരെ മൈൻഡ്ഫുള്ളായിട്ട് എന്ത് ഓപ്പർച്യൂണിറ്റി വന്നാലും ചാടിക്കയറി ഒന്നും ചെയ്യാതെ ഫിസിക്കലി മെൻ്റലി ഇമോഷണലി സ്പിരിച്വലി വളരെ ബാലൻസ്ഡ് ആക്കിക്കൊണ്ട് കുറച്ച് നേരം നമ്മൾക്ക് മാത്രമായിട്ട് കുറച്ച് സമയം കൊടുത്തുകൊണ്ട് ഒന്ന് ചിന്തിച്ച് അതിന് തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഭയം എന്ന് പറയുന്ന ഒന്നില്ലാതാവുമ്പോൾ അവിടെ ഇല്ലാതാവുന്ന മറ്റൊരു കാര്യമാണ് കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒന്ന്. കൺഫ്യൂഷനും ഇല്ലാതാകുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് വളരെ കോൺഫിഡൻസോട് കൂടി നമ്മളുടെ ക്രിയേറ്റീവ് ഐഡിയാസ്, നമ്മളുടെ പാഷൻ, നമ്മളുടെ ഗോൾസ്, അല്ലെങ്കിൽ ഒരു പീപ്പിൾ പ്ലീസർ ആവാതെ ഓപ്പർച്യൂണിറ്റീസ് നമ്മളുടെ മുന്നിൽ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ വ്യൂസ് തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മളുടെ എനർജി ഡ്രെയിൻ ചെയ്യാതെ മുന്നോട്ട് പോകാനായിട്ടൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടൊരു പോർട്ടലാണ് ഇവിടെ ഓപ്പണായി തരുന്നത്. പിന്നെ ഉള്ളൊരു പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു എനർജി ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നാൽ നിങ്ങളുടെ മുന്നിൽ പല ഓപ്പർച്യൂണിറ്റീസ് വരും. ഡു എന്നുള്ള രീതിയിൽ ആക്ഷൻ എടുക്കുക, കാര്യങ്ങൾ ചെയ്യുക, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ തരുമ്പോൾ നമ്മളിങ്ങനെ വളരെ കൺഫ്യൂഷനായിട്ട് വേണ്ട, ഇപ്പം ഇത് ശരിയാവത്തില്ല, അല്ലെങ്കിൽ പോകണ്ട എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളുടെ ഒരു ലിമിറ്റിംഗ് ബിലീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത രീതിയിൽ നിൽക്കാതെ പ്രപഞ്ചശക്തി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, നമ്മളെ വിശ്വസിച്ചുകൊണ്ട് അതിനെ ആ ഒരു ആക്ഷൻ ചെറുതായാലും വലുതായാലും അതിലേക്ക് ഹെഡ് ചെയ്ത് അതിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു രീതിയിൽ ആ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ചിലപ്പോൾ അവിടെ നമ്മളൊന്ന് വീണ് പോകും. കാരണം അപ്പോൾ അവിടെ പ്രപഞ്ചശക്തി നമുക്ക് തരുന്ന ആ ഒരു ജീവിത പാഠമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് പേഴ്സണൽ ഗ്രോത്ത് വേണം. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടായതുകൊണ്ട് അടുത്ത തവണ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നമുക്ക് കയറി പോകണമെങ്കിൽ നമുക്ക് ഈ ഒരു പാഠം കൂടി, ലൈഫ് ലെസൺ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള രീതിയിൽ. അതല്ല, നമ്മളുടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഭയമില്ല, കൺഫ്യൂഷനില്ല, കോൺഫിഡൻസ് വളരെയധികം ഉണ്ട്, യൂണിവേഴ്സൽ ഫോഴ്സ് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം എനിക്കുണ്ടെങ്കിൽ ഞാൻ മുമ്പോട്ട് ഇറങ്ങുന്നു, ആക്ഷൻ എടുക്കുന്നു, അതിനനുസരിച്ച് എനിക്ക് ആ ഒരു കാര്യത്തിൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് എത്തും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു മെയ് മാസം എനർജി പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ ഓരോരുത്തർക്കും വരുന്ന മാറ്റങ്ങൾ. അത് ചെറുതും വലുതുമായിട്ടൊക്കെ നമ്മളുടെ മുന്നിൽ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഓവർ തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ഗോ വിത്ത് ദ ഫ്ലോ. കാരണം പ്രപഞ്ചശക്തി എല്ലാ വ്യക്തികളുടെയും അല്ലെങ്കിൽ ചരം അചരം എല്ലാത്തിൻ്റെയും ആ ഒരു സുപ്രീം പേരൻ്റ് ആയതുകൊണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല. വാട്ട് ഈസ് മെൻറ്റ് ഫോർ യു, ഇറ്റ്സ് ഫോർ മീ, ഇറ്റ്സ് ഫോർ യു. വാട്ട് ഈസ് മെൻറ്റ് ഫോർ മീ, ഇറ്റ്സ് ഫോർ മീ എന്നുള്ളൊരു ലോയാണ് യൂണിവേഴ്സിനുള്ളത്. അപ്പോൾ ഒരു ആളുടെ ഉള്ളിലുള്ള ആ ഒരു ആത്മാവിന് എത്രത്തോളം ആ ഒരു പവറുണ്ട്, ഡെപ്തുണ്ട് അവരുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെ താങ്ങാനുള്ളത് എന്നുള്ള രീതിയിൽ മാത്രമേ പ്രപഞ്ചശക്തി അവർക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസും കൊടുക്കാറുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളിൽ വിശ്വസിക്കുക, പ്രപഞ്ചശക്തിയിൽ വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ ചുറ്റിനും നമ്മളൊന്ന് നോക്കിക്കൊണ്ട് വളരെ മൈൻഡ്ഫുള്ളായിക്കൊണ്ട് എപ്പോഴും നമ്മളെ ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിലൊന്ന് ഉയർത്തി നിർത്തിക്കൊണ്ട് എൻ്റെ ജീവിതം ആ ഒരു രീതിയിൽ എനിക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ട് മറ്റുള്ളവർ നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കണം എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോവുക. അല്ലാതെ ഒരു കോഡിപ്പെൻഡൻസി ആയിട്ട് മറ്റുള്ളവരെല്ലാം കൂടെ ഉണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്താഗതിയിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. കാരണം മാറ്റങ്ങൾ എപ്പോഴും കൊണ്ടുവരുന്നത് നമ്മളിൽ മാത്രമാണ്. മറ്റുള്ളതൊന്നും നമ്മളുടെ ചുറ്റിനുള്ളത് മാറ്റാൻ പാടില്ല, മാറ്റാൻ പറ്റില്ല. മാറ്റാൻ എത്ര ശ്രമിച്ചാലും അത് അത്രത്തോളം പെയിൻ നമ്മളിലേക്ക് ഉണ്ടാവുന്ന മാത്രം ഒരു കാര്യമേ നടക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കെന്ത് മാറ്റങ്ങൾ വരുത്തണോ അത് നമ്മളിലേക്ക് വരുത്തിക്കൊണ്ട് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ആ ഒരു മാറ്റത്തിൽ നിന്ന് പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയും ആ ഒരു വെളിച്ചവും ഒക്കെ കൊണ്ട് മറ്റുള്ളവർ ആ ഒരു രീതിയിൽ അട്രാക്റ്റ് ചെയ്തിട്ട് ചിലപ്പം നമ്മളുടെ ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ മാറാൻ ശ്രമിക്കും, ചിലപ്പോൾ നമ്മളെ ബ്ലെയിം ചെയ്യും, ചിലപ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും, അകന്നു പോകും. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല.
നമ്മൾ പ്രപഞ്ചശക്തിയിൽ അത്രയും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ എനർജി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഫ്രീക്വൻസി ഒക്കെ ഉയർത്തി നിർത്തിക്കൊണ്ട് എപ്പോഴും ആ ഒരു പ്രപഞ്ചശക്തിയുമായിട്ട് വളരെ കണക്റ്റഡായിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെയെല്ലാം ആ ഒരു റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ ഒത്തൻറ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാരുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.